ഇടോ, നിങ്ങളുടെ കുറുകുറുപ്പ് ഇതുവരെ നിൽക്കാറായില്ലോന്ന്. എടോ, നിങ്ങളുടെ കുറുകുറുപ്പ് ഇതുവരെ നിൽക്കാറായില്ലോന്ന്. എടോ, ഈ കരിയും കുരുത്തോലയും ഒക്കെ ധരിച്ച് കവച കുണ്ടലങ്ങളും കെട്ടി വന്ന് നിൽക്കുന്ന ഈ പൊണ്ണപ്പിശാലിനാണോ ഇത്? ഈ പൊണ്ണപ്പിശാലിനാണോ ഇത്? എടോ, തന്നോടാ ചോദിച്ചു. എടോ, തന്നോടാ ചോദിച്ചു. എടോ, തന്നോട് തന്നെയാ ചോദിച്ചു. എടോ, നിങ്ങള് ആരാണെന്നും എവിടെ നിന്ന് വരുന്നെന്നും എവിടേക്ക് പോകുന്നെന്നും എന്തിനായിട്ട് പോകുന്നെന്നും നേര് തന്നെ പറയണം. നിങ്ങള് നേരു സത്യമൊക്കെ പറയുന്ന ആൾക്കാരാണോ? ഹരിചന്ദ്രന്റെ നാട്ടുകാരാ ആണോ? ഹരിചന്ദ്രന്റെ നാട്ടുകാരാകുമ്പോ നമുക്ക് തെല്ലും സംശയം വേണ്ട, ഇവര് സത്യം പറയുന്നത് അല്ലേ? അപ്പോഴേ നിങ്ങൾ എവിടെ നിന്നൊക്കെയാ വരുന്നത് കേക്കട്ടെ. കണ്ട എവിടെ എവിടെ കണ്ടെന്ന്? ആ ആ ആ ആ ആ എന്താ എന്താ എന്താ? ആ, അവിടെ നിങ്ങൾക്ക് തെറ്റിപ്പോയി. 1000 ബ്രാഹ്മണര് പോകുമ്പോഴേ 1000 ബ്രാഹ്മണര് പയ്യക്കോട്ട് പയ്യമ്പലം എന്നുള്ള സത്രത്തില് 1000 ബ്രാഹ്മണര് പോയാലും അവിടെ 1000 ബ്രാഹ്മണര് തന്നെ ഉണ്ടാവും. എപ്പോഴും ആൾക്കാരുണ്ടാവും ആ സത്രത്തിൽ. അതുപോലെ വലിയൊരു സത്രമാണത് അല്ലേ? അപ്പോഴേ നിങ്ങൾ ഈ ദിക്ക് ഏതെങ്കിലും ഉണ്ടോ വരുന്നേ? ഉണ്ടോ? ആ, ഈ ഭൂമിയിൽ താഴത്തെ ആകാശം. ആ ആ ആ ഓ, ദിക്കല്ല നല്ല നിശ്ചയമുള്ള ഇത്. ഇതാ ഒരു പിശാചൻ അവിടെ മാറിയിരിക്കുന്നേ. നിങ്ങളുടെ കൂട്ടത്തിലുള്ളതാണോ? പിശാച് പിശാച് അതെന്നാ ഒരു പൊട്ടം പിശാചാണോ?
ഇത് നമ്മുടെ പെട്ട ഭാഷയല്ലല്ലോ ഇത്. ആ പിശാച് ഹിന്ദിക്കാരനോ? ആ ആണോ? അയ്യോ കരിപ്പ്. ആണോ? ഇത് ബംഗാളിൽ നിന്ന് വന്നൊരു പിശാചാണെന്ന് തോന്നുന്നു. അതെ. അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ എങ്ങോട്ടൊന്ന് പിടിച്ചു, ബംഗാളിൽ നിന്ന് പിടിച്ചോണ്ട് വന്ന പിശാച അല്ലേ? ആ ആ ആ അവിടുന്ന് വന്നാ. ആ അതാ ഈ പൊട്ടനാട്ടം കാണുന്നവർ ഇങ്ങനെ നടക്കുന്ന കണ്ട് കള്ളവണ്ടി കയറി വന്ന. ആ ആ ആ ആ അപ്പോഴേ നിങ്ങൾ ഈ വന്ന് പെട്ടിരിക്കുന്ന സ്ഥലം നിങ്ങൾക്ക് എന്താണെന്നറിയോ? ആ ആ ആ പുള്ളിയോ? അപ്പോഴേ നിങ്ങൾ ഈ വന്ന് പെട്ടിരിക്കുന്ന സ്ഥലം നിങ്ങൾക്ക് ഏതാണെന്നറിയാമോ? ഇതേ ഉഗ്രരൂപിണിയായ ഉഗ്രസ്വരൂപിണിയായ ഭദ്രകാളിയമ്മ കുടികൊള്ളുന്ന ഭദ്രകാളിയമ്മയുടെ സ്ഥലമാണ്. ആ ആണല്ലേ? ആണോ? ആ അപ്പോഴേ മണി പൈസ ക്യാഷിന്റെ കാര്യമൊന്നും അല്ല. അപ്പോഴേ ഈ ഭദ്രകാളിയമ്മയുടെ ഈ തിരുനാൾ നിങ്ങൾ വന്നപ്പോഴേ ഇവിടെ ദേവിയമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള അനവധി നിരവധി വഴിപാടുകളൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാ പാടും ഉണ്ട്. ആ ആ അതെല്ലാവർക്കും ഉള്ളത് ആണല്ലേ? അപ്പോഴേ അതിലേറ്റവും പ്രധാനപ്പെട്ട ദേവിയമ്മയുടെ ഇഷ്ടപ്പെട്ട വഴിപാടില്ലേ പുലവൃത്തം എന്ന് പറഞ്ഞൊരു കളിയാണ്. നിങ്ങൾക്ക് പുലവൃത്തം ഒക്കെ കളിക്കാൻ അറിയോ? അപ്പോഴേ നിങ്ങളെ ഈ പുലവൃത്തം കളിക്കാനേ ഭൂമിയെ വന്നിച്ചുള്ള ഈ കളിക്ക് വേണ്ടി നിങ്ങൾ ആദ്യമേ വട്ടത്തിലൊന്ന് നിൽക്കണം. എടാ നല്ല വട്ടം തലതിരിഞ്ഞോമാറ കാര്യം എന്നാ പറയാനാ. പിന്നെ ഒരു പണിയുണ്ടല്ലോ, മറുപടി ചെയ്താലേ പറ്റും. എന്നാലേ നിങ്ങൾ നീളത്തിലൊന്ന് നിന്നേ. ആ പൊട്ടന് മനസ്സിലായിട്ടില്ല നിങ്ങൾ കൊണ്ടുവന്ന ആൾക്ക്. ആണ് രുക്കേ രുക്കേ അപ്പോഴേ നമുക്കൊന്ന് കളിച്ചാലോ?
ആ അപ്പോഴേ നമുക്ക് എന്നാ പാട്ട് നിന്നെ എല്ലാരും എന്നാ നിന്നെ കളിക്കാം. ആ ശരിയാ ശരി. അങ്കിയും തിങ്കളും ഗംഗയും ചൂടി ആനന്ദവള്ളോ നാരൂവി കാട്ടമ്മേ തീരോനോ മാറാന്തിരുളായോധ ചൊവ്വാഴിയിലേതോ മാറിയാകുന്നല്ല കുങ്കിനാർക്കായൽ ചുഴന്നുള്ള കൂരയിൽ പോകാൻ മാറുകര സെൽവാനിതാർക്ക് നീറോടെ മാനുമഴുവും തരിത്താടും നിന്നൊരു ലോകരെ തേടും നിതേനോ അല്ലിച്ചെന്താമര പൂകൊണ്ടറിന്തേ നന്ദസ്ഥലത്തിലിരിപ്പതുമെന്തേ എങ്കയും ചൊല്ലാളൻ രമ്മിയും ചൊല്ലാം ഏനൊന്നും കൊല്ലപ്പൂവെങ്കിലു വാരാനു ചോതി വള്ളോ നാരൻ കൂരയിലേനോ നല്ലച്ചെന്നാവിലിരും താമിയാളെ നാൾ തോറും നാൾ കൂകിൽ കാണാൻ കാണൗവേ തത്തൈതാം തത്തൈതാം ആ കുഴപ്പമില്ല. ഒപ്പിച്ചു എന്ന് പറയാം. ആ അത്രേ ഉള്ളൂ. അപ്പോഴേ നിങ്ങൾ ഈ 4 മൂലയ്ക്കും എന്താണ് ഈ കൊണ്ട് കാണിക്കുന്നത്? പിശാച് ഒന്നും കേട്ടില്ല. എന്തോ 4 മൂല കഷായോ? ഞങ്ങളൊക്കെ കേട്ടുള്ള 4 മൂല കലായോ എന്നാ. 4 മൂലയ്ക്ക് കലായം കണത്തുവെന്നാ പറഞ്ഞു. ഇവന്മാർക്ക് നല്ല തൊഴി കിട്ടിയവന്മാരാണ് തോന്നുന്നു കേട്ടോ ആചാരം. ആണോ? നിനക്ക് നല്ല തൊഴി കിട്ടിയതുപോലെ നീ ഈ കഷായത്തിന്റെ കാര്യം പറഞ്ഞു. അല്ല. അപ്പോഴേ അടുത്തതായിട്ട് ദേവിയമ്മയുടെ ഇഷ്ടപ്പെട്ട അടുത്തൊരു വഴിപാടുണ്ട്. നിങ്ങൾ മുമ്പേ പറഞ്ഞിരുന്നു നിങ്ങൾ 6 മാസം നിങ്ങൾ ആൺപിശാചികളും 6 മാസം പെൺപിശാചികളുമാണ് അല്ലേ? നിങ്ങളിൽ എല്ലാരെയും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ 6 മാസം ആൺപിശാചാവുന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. കണ്ടാൽ തന്നെ തോന്നി. ഉണ്ടോ? സംശയം ഇല്ല. ആണുങ്ങളാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമുക്കാർക്കും സംശയമുണ്ടോ? ആ പക്ഷെ നിങ്ങൾ 6 മാസം പെൺപിശാചാവുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയങ്ങളുണ്ട്. അത് അങ്ങനല്ല പറഞ്ഞ. ഞങ്ങൾക്ക് തോന്നുന്നതൊന്നും നിങ്ങൾക്ക് കാണുന്നില്ല.
അപ്പോഴേ അടുത്ത ദേവിയമ്മയുടെ ഇഷ്ടപ്പെട്ട ആ ഒരു വഴിപാട് നിങ്ങളെ പെണ്ണുങ്ങളാണോ എന്നും കൂടെ തെളിയിക്കേണ്ടി വരും. തിരുവാതിര കളി. അറിയാം അല്ലേ? ആഹാ. ഇത് നിങ്ങൾ നാള് പറയാനല്ല, എന്നെ പിന്നെ ഞങ്ങൾ കാണിപ്പയ്യൂരിന്റെ അടുത്ത് പോയാ പോലെ. ആ ആ ആണോ? ആ ആണല്ലേ? അപ്പം ദേവിയമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഈ തിരുവാതിര നിങ്ങൾ കളിച്ചാലേ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനങ്ങളൊക്കെ ഉണ്ട്, ആദായങ്ങളൊക്കെ കിട്ടും. ഇയാളുടെ പറഞ്ഞ ആദായങ്ങളൊക്കെ കിട്ടും. ആ ആദായങ്ങളൊക്കെ കിട്ടും. പൈസ ഒന്നുമില്ല, ആദായം. ദേവിയമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള പൈസ ഒന്നും അല്ല തരുന്നത്. നിങ്ങൾക്ക് ഈ പൈസയുടെ വിചാരം മാത്രമേ ഉള്ളൂ. ഈ ദേവിയമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടായിട്ടുള്ള വഴിപാട് കഴിച്ചാല്, നമ്മൾ ഈ തിരുവാതിര കളിച്ചാല് നിങ്ങൾക്ക് തിരുവാതിര പുഴുക്ക് വയറ് നിറച്ച് കിട്ടും. പുഴുക്ക് തിരുവാതിര പുഴുക്ക്. ആ പുഴുക്ക് ഖാന. അപ്പോഴേ ഈ പുഴുക്കിന്റെ വിഭവങ്ങളെന്ന് പറയട്ടെ. നല്ല വടക്കൻ കാച്ചില്, വടക്കൻ ഇച്ചിരി വടക്ക തന്നെയാ. നല്ല മലബാർ കപ്പ. ഇവിടെ ഇപ്പം കണ്ടില്ലേ കപ്പയുടെ ഒക്കെ അവസ്ഥ കണ്ടില്ലേ? ഒന്നും കൃഷി ചെയ്യാനൊന്നും പറ്റുകയായിരുന്നു. ആ യന്ത്രവന്മാര് കൊണ്ടുപോകും. ആ ആ ആണല്ലേ? വെടിവെച്ചാ പോകയാ ആണല്ലേ? ആ ആ അപ്പോഴേ പുഴുക്കിന്റെ വിഭവങ്ങൾ ഞാനൊന്ന് പറയട്ടെ. വടക്കൻ കാച്ചില്, മലബാർ കപ്പ, ചീമച്ചേമ്പും വിത്തും അതും തരും. ആ ചെറുപയർ, വൻപയർ. ഗ്യാസ് ആണോ? ആണല്ലേ? ആ അപ്പോഴേ എട്ടങ്ങാടി ചേർന്ന ഈ പുഴുക്കിന് ശേഷമേ വയറ് നിറച്ച് നിങ്ങൾക്ക് ചാമക്കഞ്ഞിയും കൂടെ തരും. നല്ല ഇവിടുത്തെ പന്ന അരിയൊന്നും കിട്ടും, ചാമനെല്ലിന്റെ അരി കൊണ്ടുള്ള കഞ്ഞി തരും. പക്ഷേ നിങ്ങളെ വൃത്തിയായിട്ട് കളിക്കണം. അപ്പൊ മുമ്പലത്തെ പോലെ നീളത്തിൽ തന്നെ ഒന്ന് നിൽക്കുക. മധുരമ